ബാലൻ്റെ ലോകത്ത് അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ആർമറൊക്കെ പൊട്ടിപ്പോയി, അതായത് ഹെൽമെറ്റും ബൂട്ടും ചെസ്റ്റ് പ്ലേറ്റും ലെഗിൻസൊക്കെ പൊട്ടാറായിട്ടുണ്ട്. നിങ്ങൾക്ക് ബാക്കിൽ നോക്കിയാൽ കാണാം നമ്മുടെ അയൻഗോളൊക്കെ അതിൻ്റെ മുകളിൽ തന്നെയാണ് ഇപ്പോൾ സ്പോൺ ആവുന്നത്. അതൊക്കെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. കണ്ടോ, ഞാൻ ആ ഒരു ഏരിയ മൊത്തം പാത്ത് ചെയ്തു. ലൈറ്റ് വെച്ചിട്ട് അവിടെ താഴെ സ്പോൺ ആവുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്ത് പറഞ്ഞു സ്പോൺ പ്രൂഫ് മാറ്റാൻ വേണമെങ്കിൽ ഇതാക്കിയാൽ മതി, പാത്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഷേഡറൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ഡേ കൗണ്ടർ വെച്ചിട്ടുണ്ട്. ഈ വേൾഡ് തുടങ്ങിയിട്ട് 123 ദിവസമായി മൈൻക്രാഫ്റ്റിൽ. അതാണ് ഞാൻ ഞെട്ടിയത്. അയൺ ഫാമിൽ എത്ര അയണായി നോക്കാം. ഞാനിപ്പോൾ കയറിയിട്ട് ഇത് റെഡി ആക്കിയതുള്ളൂ, അവിടെയൊക്കെ പാത്താക്കിയുള്ളൂ. അതുകൊണ്ട് അധികം അയൺ കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. ഓക്കെ, ഒരു സ്റ്റാക്കും 18 ഉണ്ട്. 4 എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ലാസ്റ്റ് സ്റ്റേജ് ഒരു തന്നെ തല്ലിക്കൊന്ന അയൺ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഓക്കെ, ഒരു സ്റ്റാക്കും 18 ഡീസൻ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ആ മതിലിൻ്റെ ഇടയിൽ കൂടെ ഞാൻ തോന്നി ഈ അയൺ താഴത്തോട്ട് വീണിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് കൊണ്ട് വെക്കട്ടെ. അപ്പോഴത്തേക്ക് അടുത്ത അയൺകോൾ സ്പോൺ ആയിട്ടോ. ഇത് 30 സെക്കൻഡ് കൂടുമ്പോഴായിരിക്കും സ്പോൺ ആവുക. അന്നേരം വില്ലേജർ അയൺകോളേജിന് സ്പോൺ ആക്കും. ഇനിയിപ്പോൾ ഇന്നെന്താ ചെയ്യാൻ പോകുന്നത് പറഞ്ഞുതരാം. ബുക്കിന് വേണ്ടി ഷുഗർ കെയിൻ ഫാം ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ലെതർ വേണം. ലെതറിന് ഒരു കവുനെ കൊണ്ടുവരും അടുത്ത എപ്പിസോഡിലാറ്റം. പിന്നെ വില്ലേജർ. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഒരു ട്രീ ഫാം ആണ്. ട്രേഡിംഗ് ഹാളിൽ കുറേ വുഡിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ട്രീ ഫാം ഉണ്ടാക്കുന്നത്. കണ്ടോ, ആർമറെല്ലാം പൊട്ടാറായി. നമുക്ക് അയൺ എടുത്തിട്ട് പുതിയ കുറച്ച് ആർമറും ടൂൾസ് ഉണ്ടാക്കാം. ഓക്കെ, ഒരു സോഡും പിന്നെ ബാക്കി മൊത്തം ആർമർ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പഴയ ആർമർ ഇട്ട് ഓക്കെ പുതിയ മൊത്തം ഇട്ട് കൊടുക്കുക. ഇനി ഈ പഴയ ആർമർ എടുത്ത് ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ചേക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. നമുക്കിത് ഉണ്ടാക്കാനുള്ള സ്ഥലം കണ്ടുപിടിക്കണം. ഇപ്പോൾ ഇവിടെ അയൺ ഫാം ഉണ്ട്, അതുകൊണ്ട് ആ സൈഡിൽ നിന്ന് മാറ്റി ഉണ്ടാക്കേണ്ടി വരും. ഈ കുഴി ഒന്ന് മൂടണം. എനിക്കൊരു ക്രീപ്പർ പണിയെന്നാൽ ഞാൻ വേഗം പോയി എടുത്തിട്ട് എന്നിട്ട് മൂടട്ടെ. ഓക്കെ, അത് മൊത്തം അങ്ങ് മൂടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് അവിടെ ഉണ്ടാക്കേണ്ടതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ആ സൈഡിൽ എഴുതിയെന്ന് നോക്കേണ്ട. അത് ലൈറ്റ് മാറ്റിക്ക എന്ന് പറയുന്നൊരു മോഡാണ്. അതൊന്നും നമ്മൾ ക്രിയേറ്റീവ് ഉണ്ടാക്കിയ ബിൽഡ് നമുക്ക് ഇതിലോട്ട് ഉണ്ടാക്കാം. നമുക്ക് കറക്റ്റ് അതേപോലെ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു മോഡാണ്. ഇതാണ് ആ മോഡ്, ലൈറ്റ് മാറ്റിക്ക. അതാ ഒരു അയൺ ഗോൾ സ്പോണായി പോകുന്നത്. അങ്ങനെ 30 സെക്കൻഡ് കൂടുമ്പോൾ അയൺ ഗോൾ സ്പോൺ ആയിക്കോളൂ കേട്ടോ. ഓക്കെ, അയൺ 2 സ്റ്റാക്ക് 43 ആയി. കുറച്ചേരം ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു, AFK ആയിരുന്നു. അപ്പോൾ ഈ ബിൽഡ് ഉണ്ടാക്കാൻ 96 ബിൽഡിംഗ് ബ്ലോക്ക് വേണം. ഞാനപ്പോൾ സ്റ്റോൺ ബ്രിക്കാണ് ഉപയോഗിക്കാൻ പോകുന്നത്. 60 സ്റ്റോൺ ചെസ്റ്റിലുള്ളൂ. അപ്പോൾ മിക്കവാറും വീണ്ടും കോബിൾ സ്റ്റോൺ എടുത്ത് അവിടെ വെച്ച് സ്റ്റോൺ ആക്കി ഉണ്ടാക്കേണ്ടി വരും. സ്റ്റോൺ ബ്രിക്ക്, 6 ലാഡർ, ഒരു ഹോപ്പർ, 2 ചെസ്റ്റ്, പിന്നെ ഒരു സ്ലാബും വേണം. അത് ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ കോളെ ഒന്ന് മൈൻഡ് ചെയ്യട്ടെ, കാരണം ആ കോബിൾ സ്റ്റോൺ ഒക്കെ സ്റ്റോൺ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കോളിൻ്റെ ആവശ്യമുണ്ട്. കോളൊക്കെ എൻ്റെ ഉള്ളിലൊക്കെ തീർന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ പൊട്ടറ്റോ ഫാമിൽ നിന്ന് അത്യാവശ്യം നല്ല പൊട്ടറ്റോ ഇട്ടിട്ടുണ്ട്. ഏകദേശം 8 സ്റ്റാക്കും 19 പൊട്ടറ്റോ കിട്ടി. ഏകദേശം 1.5 സ്റ്റാക്ക് ആവാറായിട്ടുണ്ട് ഷുഗർ കെയിൻ. വില്ലേജേഴ്സും കൂടിയിട്ടുണ്ട്. അതൊരു ബേബി വില്ലേജേഴ്സ് ഇനി എനിക്ക് ആവശ്യം വരുമായിരിക്കും. ഇതിനകത്തുള്ള പോരാന്ന് തോന്നുന്നു ട്രേഡിംഗ് ഹാളിലോട്ട്. ഓക്കെ, കോബിൾ സ്റ്റോൺ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഈ സ്ലാബ് ഇരുന്നിട്ട് കോൾ വെക്കാന്ന് വിചാരിച്ച് ഈ ഒരു സ്ഥലത്തോട്ടായിട്ട് ഉണ്ടാക്കിയാലൊന്ന് ആലോചിക്കുന്നത്. ഇവിടെ നിന്ന് മൊത്തം ക്ലിയർ ചെയ്തിട്ട് ഓക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കാം. ഞാൻ വേഗം ഒരു ക്ലിയർ ചെയ്തിട്ട് വരാം. ഓക്കെ, ഞാൻ ഈ സ്ഥലവും ക്ലിയർ ആക്കിയിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എൻ്റെ കയ്യിലായിട്ടുണ്ട്. ആദ്യം തന്നെ നിങ്ങൾ ബിൽഡിംഗ് ബ്ലോക്ക് എടുത്ത് 20 ബ്ലോക്ക് സൈഡിലോട്ട് വെക്കുക. എന്നിട്ട് 17 ബ്ലോക്ക് ഇങ്ങനെയും കൂടി വെക്കണം. എന്നിട്ട് ഇത് മൊത്തം കണക്ട് ചെയ്യണം. ഓക്കെ, ഞാൻ ഇത് മൊത്തം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു സൈഡിൽ പൊട്ടിച്ചൊരു അൺലിമിറ്റഡ് സോഴ്സ് ഓഫ് വാട്ടർ ഉണ്ടാക്കണം. ഇതേപോലെ. എന്നിട്ട് ഇതിന് വെള്ളം എടുത്തിട്ട് ഈ 20 ബ്ലോക്ക് വെച്ച ആ സൈഡിൽ മാത്രമായിട്ട് കൊണ്ടുപോയി വെള്ളം വെക്കുക. 17 ബ്ലോക്ക് വെച്ച സ്ഥലത്തല്ല വെക്കേണ്ടത്. 20 ബ്ലോക്ക് വെച്ച ലോങ് സൈഡിലാണ് വെക്കേണ്ടത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ കാണുന്ന ഇവിടെയുള്ള ഈ ഒരു എക്സസ് ബ്ലോക്ക് ഉണ്ടല്ലേ, ഇത് മൊത്തം അങ്ങ് പൊട്ടിച്ചാളണം. ഒരു ബ്ലോക്ക് ഡൗണ് പൊട്ടിക്കാൻ പറ്റുള്ളൂ, അധികം ബ്ലോക്ക് ഡൗണ് പൊട്ടിക്കരുത്. ഓക്കെ, അത് പൊട്ടിച്ചിട്ട് ഈ വെള്ളം ലാസ്റ്റ് ആയിട്ട് ഇരിക്കുന്ന ബ്ലോക്ക് കൂടി പൊട്ടിച്ചെടുക്കുക. അപ്പോൾ ഇത് ഇച്ചിരിയും കൂടി എന്തായിരിക്കോളും ഇങ്ങോട്ട് വന്നോളും വെള്ളം.
ഓക്കെ, അത് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇവിടെ ഒരു ബ്ലോക്ക് മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഇതും ഒരു ബ്ലോക്ക് ഡൗൺ ആയിട്ട് കുടിക്കണം. എന്നിട്ട് ഈ അറ്റത്തുനിന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് അങ്ങോട്ട് പോയിക്കോളും. എന്നിട്ട് ഈ വെള്ളം നിന്ന് ഫ്ലോ ആയി കഴിഞ്ഞാൽ ഇപ്പുറത്തെ ബ്ലോക്ക് മൊത്തം പൊട്ടിച്ചോളിയാൽ ഒരു ബ്ലോക്ക് ഡൗൺ ആയിട്ട്. എന്നിട്ട് വാട്ടറിൻ്റെ താഴെ ഈ ഒരു ബ്ലോക്ക് കൂടി പൊട്ടിച്ചാൽ മതി. ഇനി വീണ്ടും നിന്ന സ്ഥലത്ത് നിന്ന് താഴത്തോട്ട് ഒരു ബ്ലോക്ക് അടി കുടിക്കണം. എന്നിട്ട് ആ വെള്ളത്തിൻ്റെ ബ്ലോക്കും പൊട്ടിച്ചെടുക്കുമ്പോൾ ഇത് വീണ്ടും ഒഴുകും. ഇനി ഇങ്ങോട്ട് 3 ബ്ലോക്ക് കുടിക്കാം. എൻ്റെ ഇവിടെ സ്ഥലമില്ല, ഞാൻ ഇവിടെ ഒരു ഏരിയ പോലെ ആക്കിക്കോളാം. എന്നിട്ട് ആ വെള്ളം വരുന്ന ബ്ലോക്ക് കയറ്റി താഴത്തോട്ട് ഒരു കുഴി എടുക്കുക 3 ബ്ലോക്ക് വീതിയിൽ. എന്നിട്ട് ഇത് ചെസ്റ്റും വെക്കുക. പിന്നെ ഹോപ്പർ എടുത്തിട്ട് ഹോപ്പറും കണക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളം വരാണ്ട് വെച്ച ബ്ലോക്ക് പൊട്ടിച്ചെടുക്കുക. അപ്പോൾ ഇതിങ്ങനെ വന്ന് ഇതിലോട്ട് വീണോളും. ഇനി ഒരു സ്ലാബ് എടുത്തിട്ട് ചെസ്റ്റ് തുറക്കാൻ പറ്റുന്ന പോലെ ആയിട്ട് സ്ലാബ് എടുക്കുക. ഓക്കെ, ഇനി മുകളിൽ നിന്നിട്ട് ഈ 20 ബ്ലോക്ക് വെച്ചതിൻ്റെ അവിടുത്തെ പകുതി, അതായത് മിഡിൽ കണ്ടുപിടിക്കുക, മിഡിൽ ഭാഗം. എന്നിട്ട് ഞാൻ വെച്ച പോലെ 2 ഡേട്ട് ഇങ്ങനെ വെക്കുക. 2 ഡേട്ടല്ല, മുകളിലോട്ട് 5 ഡേട്ട് പോകണം. എൻ്റെ ഡേട്ട് ഞാൻ എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ഒരു 4 ബ്ലോക്ക് കൂടി പോയാൽ മതി. 5 ബ്ലോക്ക് വെച്ചതിന് ശേഷം ഒരു ലാഡർ വെക്കണം. ഈ താഴത്തെ ബ്ലോക്ക് പൊട്ടിച്ചളഞ്ഞാൽ അല്ലെങ്കിൽ വെള്ളം പോകില്ല. ഓക്കെ, എന്നിട്ട് മുകളിൽ വന്നിട്ട് 3 ബ്ലോക്ക് വീതിയിൽ 2 ബ്ലോക്ക് സൈഡിലായിട്ടായിട്ട് ഉണ്ടാക്കണം. അതിൻ്റെ ഇപ്പോൾ ഡേറ്റിൽ ഞാൻ ഒരു ഡേട്ട് വെച്ചിട്ട് വരാം. ഓക്കെ, ഡേട്ടും വെച്ച് ഇനിയിപ്പോൾ 4 സാപ്ലിങ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ബോൺ മീൽ ഇത് വളർത്തെടുത്ത് നമുക്ക് മുറിക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, ഒരു വലിയ മരം വളർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് പൊട്ടിച്ചെടുക്കുക. കൂടുതൽ എൻ്റെ കയ്യിൽ കിട്ടും. ഇനിയിപ്പോൾ എൻ്റെ കൈ കിട്ടാണ്ട് താഴെ വീഴുന്നതൊക്കെ നേരെ ചെസ്റ്റിലോട്ട് പോയിക്കോളും. പിന്നെ സാപ്ലിങ് ഞാൻ ഇവിടെ ഒന്ന് കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് ഇലയിൽ നിന്ന് നേരെ താഴത്തോട്ട് വെള്ളത്തിലോട്ട് വീണ ആ വെള്ളത്തിൽ കൂടെ ചെസ്റ്റിലോട്ട് പോയിക്കോളും. ഞാനിന്ന് ഇതൊന്ന് വേഗം പൊട്ടിച്ചെടുക്കട്ടെ. ഓക്കെ, ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതെങ്കിലുമൊക്കെ താഴത്തോട്ട് വീണത് ഇതിനകത്ത് വീണിട്ടുണ്ടോ നോക്കാം. ഓക്കെ, ഇത് കിടക്കുന്നുണ്ട്. കുറച്ച് സാപ്ലിങ് താഴെ കിടക്കുന്നുണ്ടായിരുന്നു ഞാൻ വന്നപ്പോൾ. അത് ചിലപ്പോൾ ഭയങ്കര സ്പീഡ് വന്നപ്പോൾ തെറിച്ചു ഇതായിരിക്കും. ഓക്കെ, അതെടുത്ത് ഇതിലോട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്തവണ പെയ്ത മരിച്ചിട്ട് വീടായിട്ട് വേണേൽ അത് കുഴപ്പമില്ല, നമുക്ക് മൈൻഡ് ചെയ്തെടുക്കാവുന്നുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഇതും കണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. ഞാനവിടെ പണിയെടുക്കുമ്പോഴത്തേക്ക് അയൺ ഇത്ര ആയിട്ടുണ്ട്. ഇതൊക്കെ നമുക്കൊന്ന് കട്ടയാക്കി വെക്കാം എന്തായാലും ജസ്റ്റ് കൊണ്ടുപോയിട്ട്. ഓക്കെ, അതിനകത്ത് മൊത്തമാണ് ഞാൻ അയൺ ബ്ലോക്ക് ആയിട്ട് ഇതിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡിലാണ് ട്രേഡിങ് ആൾ. അപ്പോൾ അപ്പോഴത്തേക്ക് ഞാൻ പോട്ടെ. ടാറ്റ ബൈ ബൈ.